ഡിയർ സ്റ്റുഡൻസ്, +2 പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിലെ റിട്ടയർമെൻറ്റ് ചാപ്റ്റർ അതിലെ ഡെത്തിൻ്റെ ക്വസ്റ്റ്യനാണിത്. അപ്പോൾ നമുക്ക് ഇതിലൊരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. 3 പാർട്ട്നേഴ്സ്, റേഷ്യോ പറഞ്ഞിരിക്കുന്നത് ഓൺ ദ ബേസ് ഓഫ് ദ ക്യാപിറ്റൽസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ റേഷ്യോ സ്പെസിഫിക് ഇല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ ക്യാപിറ്റലിൻ്റെ ബേസാണ്. അപ്പോൾ 40,000, 30,000 ദറ്റ് മീൻസ് 4:3:1 അതാണ് റേഷ്യോ. ദെൻ അസറ്റ്സ് ആൻഡ് ഐറ്റംസ് ഉണ്ട്. ദെൻ ഒരു പറയുന്നുണ്ടായാലേ വിമൽ ഡൈഡ് ഓൺ July 31, 2024. ഈ വിമൽ എന്ന് പറഞ്ഞ പാർട്ട്ണർ July 31 ഡെത്ത് സംഭവിച്ചു. അണ്ടർ ദ ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ദ എക്സിക്യൂട്ടേഴ്സ് ഓഫ് എ ഡിസീസ്ഡ് പാർട്ട്ണർ വെർ എൻടൈറ്റിൽഡ്. എക്സിക്യൂട്ടേഴ്സ് ഓഫ് ഡിസീസ്ഡ് പാർട്ട്ണർ മീൻസ് ഡെത്ത് സംഭവിച്ച പാർട്ട്ണർ, അതിൻ്റെ നിയമപരമായിട്ടുള്ള അവകാശികളാണ് എക്സിക്യൂട്ടേഴ്സിന്. താഴെ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഐറ്റം പറഞ്ഞേക്കുന്നത് എമൗണ്ട് സ്റ്റാൻഡിങ് ടു ദ ക്രെഡിറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ വിമൽ എന്ന് പറഞ്ഞ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ എത്രയാണ് ബാലൻസ് ഉള്ളത്, അതാണ് ഈ 30,000 രൂപ. ഒന്ന് ആ എമൗണ്ട് കൊടുക്കണം. ദാറ്റ് ഈസ് നോൺ ആസ് എമൗണ്ട് സ്റ്റാൻഡിങ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് 8% പെർ ആനം. ഈ വിമൽ എന്ന് പറഞ്ഞ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ 30,000 റുപ്പീസാണ്. അതിന് 8% ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് നേരിട്ട് 8% എടുത്താൽ മാത്രം പോരാ, നമ്മളൊരു മന്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡെത്തിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫ്രം ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്, ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും. ആ ഡേറ്റ് തുടങ്ങിയിട്ട് എന്നാണ് ഡെത്ത് സംഭവിച്ചത് അതുവരെയുള്ള മന്ത് നമ്മളവിടെ കൗണ്ട് ചെയ്തിട്ട് അത്രയും നാളത്തേക്കായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് അയാൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ July 31 ഡെത്ത് സംഭവിച്ചത് അല്ലേ. അപ്പോൾ നമ്മളുടെ അക്കൗണ്ടിങ് ഇയർ എൻഡ്സ് ഓൺ March 31, 2024 ആൻഡ് ഹി ഡയഡ് ഓൺ July 31, 2024. അപ്പോൾ നിങ്ങൾ മന്ത് കൗണ്ട് ചെയ്യുക. മാർച്ച് എൻഡ് കഴിഞ്ഞു, ദാറ്റ്സ് മീൻ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മന്ത് അയാളുടെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ സെക്കൻഡ് ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 30,000 ഇൻറ്റു 8% 4/12 ദാറ്റ്സ് ഈക്വൽ ടു 800 റുപ്പീസ്. ദെൻ അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എമൗണ്ട് സ്റ്റാൻഡ് ദ ക്രെഡിറ്റ് ഓഫ് ദി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. വിമലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എത്രയാണോ ആ എമൗണ്ട്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ്. അടുത്തത് ഷെയർ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ നമുക്കൊന്ന് ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യാം. ലയബിലിറ്റീസ് ക്രെഡിറ്റേഴ്സ് നമുക്ക് അതിന് ലയബിലിറ്റിയാണ്. ജനറൽ റിസർവ് ഉണ്ട്, അത് പ്രോഫിറ്റാണ്, അതിൻ്റെ അതുള്ള പ്രോഫിറ്റാണ്. അതിൻ്റെ ഒരു ഷെയർ ഈ പാർട്ട്ണറിന് കൊടുക്കണം. അതുപോലെ തന്നെ പിന്നെ അസറ്റ് സൈഡിലേക്ക് നോക്കുക. അസറ്റ് സൈഡിലേക്ക് ക്യാഷ് ബാലൻസ് ഉണ്ട്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ ആൻഡ് P&L അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അസറ്റ് സൈഡിൽ ഒരു P&L അക്കൗണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അസറ്റ് സൈഡിലെ P&L അക്കൗണ്ട് പറയുന്നതാണ് ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട്, അല്ലെങ്കിൽ അതിനെ പറയും അക്യുമുലേറ്റഡ് ലോസ് എന്ന് പറയും. ഇതിൻ്റെ ഷെയറും ഈ പാർട്ട്ണറിന് കൊടുക്കണം. അപ്പോൾ ജനറൽ റിസർവിൻ്റെ ഷെയർ കൊടുക്കണം, അത് പ്രോഫിറ്റ്. അസറ്റ് സൈഡിലുള്ളത് P&L, ഈ രണ്ടിൻ്റെയും ഷെയർ കൊടുക്കണം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഐറ്റം കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ സെക്കൻഡ് ഐറ്റം ദാറ്റ് ഇസ് ജനറൽ റിസർവ്. ജനറൽ റിസർവിൻ്റെ ഷെയർ ദാറ്റ് മീൻസ് റിസർവ് എമൗണ്ട് 20,000 ആണ്. ഈ 20,000 അയാളുടെ ഷെയർ എന്ന് പറയുമ്പോൾ 3/8. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ P&L അക്കൗണ്ട് ഷെയർ ദിസ് ഇസ് ഈക്വൽ ടു 7,500 റുപ്പീസ്. നെക്സ്റ്റ് P&L അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലോസാണ്, ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്യുമുലേറ്റഡ് ലോസ്. ഈ ലോസിൻ്റെ ഷെയർ എന്ന് പറയുമ്പോൾ 16,000 ആണ്. അതിൽ അയാളുടെ ഷെയർ എന്ന് പറയുമ്പോൾ 3/8 ദാറ്റ്സ് ഈക്വൽ ടു 16,000 ഇൻറ്റു 3/8 ദാറ്റ്സ് ഈക്വൽ ടു 6,000. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡെത്തിൻ്റെ കേസിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും എന്തെല്ലാം എമൗണ്ടിലാണ് ഡിസീസ്ഡ് പാർട്ട്ണർ എക്സിക്യൂട്ടേഴ്സിന് കൊടുക്കുന്നുള്ളത്. ഫസ്റ്റ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എമൗണ്ട് സ്റ്റാൻഡിങ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് എത്രയുണ്ടോ ആ ക്രെഡിറ്റ് ബാലൻസ് ഐറ്റമാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലെ ക്യാപിറ്റൽ. അത് 30,000 രൂപയുണ്ട്. ഒന്ന് അത്. നെക്സ്റ്റ് അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു നമ്മുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ആ 2 ഐറ്റത്തിൽ നമ്മൾ മന്തും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ ക്യാപിറ്റലിൻ്റെ 30,000 ഇൻറ്റു 8/100 ഇൻറ്റു 4/12 മീൻസ് നമ്മുടെ മാർച്ച് ഫ്രം ദ നമ്മൾ ഡേറ്റ് എടുക്കുന്നത് ഇങ്ങനെയാണ്. ഫ്രം ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ടു ഡേറ്റ് ഓഫ് റിട്ടേൺ ഡെത്ത്. അതായത് 31 റിട്ടേൺ ഡെത്ത് സംഭവിച്ചാൽ July 31 എന്ന് പറയുമ്പോൾ 4 മന്ത് ഉണ്ട്. അതിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഐറ്റം
ഷെയർ ഓഫ് ഗുഡ് വിൽ ഓൺ ദ ബേസിസ് ഓഫ് 4 years പർച്ചേസ് ഓഫ് ദി ആവറേജ് ഓഫ് പാസ്റ്റ് 3 years പ്രോഫിറ്റ്. അടുത്ത ഐറ്റം പറയുന്നത് നമ്മൾക്കൊരു 3 വർഷത്തെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ നമ്മളോട് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നതാണ് അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഗുഡ് വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റിൻ്റെ ഇയേഴ്സ് ഓഫ് പർച്ചേസ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ആവറേജ് പ്രോഫിറ്റ് എടുക്കാം. ഇയേഴ്സ് ഓഫ് പർച്ചേസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു 56,000 rupees ഗുഡ് വിൽ കിട്ടും. നമ്മൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ ഗുഡ് വിൽ ഈക്വൽ ടു 12,000 പ്ലസ് 14,000 പ്ലസ് 16 ഈക്വൽ ടു 42,000 ഡിവൈഡ് ബൈ 3. ദ ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഫോർ 56,000 rupees ടോട്ടൽ കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ ടോട്ടൽ ഗുഡ് വില്ലാണ്. ഇതിൽ ആ ഡിസീസ്ഡ് പാർട്ണർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇതിൻ്റെ അകത്ത് വിമൽസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഈക്വൽ ടു നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്നത് ഫേമിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഫേമിൻ്റെ മൊത്തം ഗുഡ് വില്ലായിരിക്കും. അതിൽ ആ ഡിസീസ്ഡ് പാർട്ണറിൻ്റെ എമൗണ്ട് മാത്രം അതിൽ നിന്നും ഷെയർ കണ്ടുപിടിക്കുക. സോ 56,000 ഇൻറ്റു 3/8 ദാറ്റ്സ് ഈക്വൽ ടു 21,000. ഇതാണ് ഡിസീസ്ഡ് പാർട്ട്ണറിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ. നെക്സ്റ്റ് ഐറ്റം ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ദ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ടു ദ ഡേറ്റ് ഡെത്ത് ഓൺ ദ ബേസ് ഓഫ് ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്. അടുത്ത ഐറ്റം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ ഇടയ്ക്ക് ഡെത്ത് സംഭവിച്ചു. അപ്പോൾ നമുക്ക് ഇയാൾക്ക് ആ പോകുന്ന ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് ഒരു ഷെയർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐറ്റമാണ് ദ പ്രോഫിറ്റ് എസ്റ്റിമേഷൻ. അപ്പോൾ ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2024 പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് rupees 16,000 ആണ്. 16,000 rupees 2024 പ്രോഫിറ്റ് ഉണ്ട്. ഇതിൻ്റെ ബേസായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 16,000 ഇൻറ്റു എത്ര മാസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെ പോകേണ്ടത് ഫ്രം ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ഡേറ്റ് ഓഫ് ടെർമിനൽ ഓഫ് ഡെത്ത്. നമ്മുടെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് മാർച്ച് 31 അപ്പോൾ നമ്മൾ ഏപ്രിൽ തുടങ്ങിയിട്ട് ജൂലൈ വരെയും കൗണ്ട് ചെയ്യുന്ന നമ്മൾക്കൊരു 4/12 അതായത് 4 മാസത്തേക്കുള്ള പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക. ഇതിൽ ആ പാർട്ട്ണറിൻ്റെ ഷെയർ എന്ന് പറയുമ്പോൾ 3/8. അതിൻ്റെ ഈ പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട അക്കൗണ്ടാണ് P&L സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് 2,000 rupees ആണ് നമുക്ക് കിട്ടുന്നത് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റായിട്ട്. ഇതിനെ പറയും ദിസ് ഈസ് നോൺ ആസ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ദിസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു P&L സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഈ എമൗണ്ടിലെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഫസ്റ്റ്ലി. സോ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫ്രം മാർച്ച് ടു ജൂലൈ 31 4 months. അപ്പോൾ ക്യാപിറ്റലിൻ്റെ 8% എടുക്കുക, മന്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ബിസിനസ്സിൽ എത്ര എമൗണ്ട് പ്രോഫിറ്റും അക്കൗണ്ട് പ്രോഫിറ്റ് ലോസിനുള്ള ഷെയർ ആൾക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് 20,000 rupees റിസർവിലുണ്ട്, അതിൻ്റെ 3/8 കൊടുക്കാം. ദെൻ ലോസ് ആയിട്ട് 16,000 ഉണ്ട്, അതിന് 3/8 6,000. അടുത്തത് ഗുഡ് വിൽ കാൽക്കുലേഷൻ വന്നിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. നമ്മൾ ഗുഡ് വിൽ ചെയ്യുമ്പോൾ നമുക്കൊരു 56,000 ഗുഡ് വിൽ കിട്ടും. അത് സ്ഥാപനത്തിൻ്റെ മൊത്തം ഗുഡ് വില്ലാണ്. അല്ല അയാളുടെ ഷെയർ മാത്രം എടുക്കുമ്പോൾ 21,000 കിട്ടും. അടുത്തത് പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബേസ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റിലെ പ്രോഫിറ്റാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റിലെ പ്രോഫിറ്റ് എടുക്കുക ഇൻറ്റു 4/12 ഇൻറ്റു 3/8. അപ്പോൾ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അതുപോലെ തന്നെ പ്രോഫിറ്റ് എസ്റ്റിമേഷനിലും ഈ 2 കാര്യങ്ങളിലും മാത്രം നമ്മൾ ചെയ്യേണ്ടത് മന്തും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു ബേസ് എന്താണെന്ന് ചോദിച്ചാൽ ആ മന്ത് എടുക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇങ്ങനെ നോക്കുക, ഫ്രം ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ക്വസ്റ്റിൻ്റെ ബാലൻസ് ഷീറ്റ് പറഞ്ഞാൽ ഡേറ്റ് എന്നാണോ അന്ന് തുടങ്ങിയിട്ട് എന്ന് ഡെത്ത് സംഭവിച്ചു അന്ന് വരെയുള്ള ടൈം പീരീഡ് കണക്കിലെടുക്കുക. അപ്പോൾ ഈ 2 കേസിൽ മാത്രമാണ് നമ്മൾ ആ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഈ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ നോക്കാം. സോ ഫസ്റ്റ് ക്യാപിറ്റൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് ഓൺ ഈക്വൽ ടു 30,000. നെക്സ്റ്റ് ഐറ്റം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഐറ്റം നമ്മളുടെ എസ്റ്റിമേറ്റ്, അതായത് ജനറൽ റിസർവിൽ എമൗണ്ട് ഉണ്ട്, അത് ഈ പാർട്ട്ണറിന് കൊടുക്കണം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അയാളുടെ ഗുഡ് വില്ലിൻ്റെ ഷെയർ. ഗുഡ് വിൽ എന്ന് പറയുമ്പോൾ ഗുഡ് വിൽ ഷെയർ ആ എമൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഒരു P&L സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരും. P&L സസ്പെൻസ് അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതിലാണ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ട അക്കൗണ്ടാണ് P&L സസ്പെൻസ് അക്കൗണ്ട്. ദെൻ ഡെബിറ്റ് സൈഡിലേക്ക് വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ P&L അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട്, അത് ഇവിടെ നോട്ട് ചെയ്യണം. ലോസാണ്, ആ എമൗണ്ടിൻ്റെ ഷെയർ ഇവിടെ നോട്ട് ചെയ്യാം.
അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ക്യാപിറ്റൽ ക്രെഡിറ്റ് 30,000 നോട്ട് ചെയ്തു. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ 8% ടൈം പീരീഡ് നോക്കണം. ദെൻ ഞാൻ റിസർവ് അയാളുടെ ഷെയർ എടുക്കുക 20,000 ഇൻറ്റു 3/8. ദെൻ ഇതുപോലെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ബേസ് വന്നിട്ടുണ്ട് ആനുവൽ പ്രോഫിറ്റ് മെത്തേഡാണ് നമുക്ക് കിട്ടാൻ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ മൊത്തം ഗുഡ്വില്ലായിരിക്കും. അതിൽ ആ പാർട്ട്ണറുടെ ഷെയർ മാത്രം എടുക്കുക. അതിൽ ടൈം പീരീഡ് എടുക്കേണ്ട ആവശ്യമില്ല. റിസർവും ഗുഡ്വിലെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് എടുക്കേണ്ട ആവശ്യമില്ല. ടൈം പീരീഡ് നമ്മൾ എടുക്കേണ്ടത് ഇൻട്രസ്റ്റും ക്യാപിറ്റലും P&L സസ്പെൻസ് ഒക്കെ അതായത് എസ്റ്റിമേറ്റ് പ്രോഫിറ്റിനുമാണ് ഈ ടൈം പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് P&L സസ്പെൻസ് അക്കൗണ്ട് അതിൻ്റെ ബേസ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കും. ചില ക്വസ്റ്റ്യനിൽ അത് ലാസ്റ്റ് പാസ്റ്റ് ഇയേഴ്സ് എടുക്കാൻ പറയും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് ഇയറിൽ മാത്രമേ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ലാസ്റ്റ് പ്രോഫിറ്റ് എടുത്തു, ടൈം പീരീഡ് എടുത്തു, അതിൽ ആ പാർട്ട്ണറുടെ ഷെയർ എടുത്തു. ദാറ്റ്സ് 2,000 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. ദെൻ അതുപോലെ ഡെബിറ്റ് സൈഡിൽ P&L അക്കൗണ്ട് ലോസ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ 61,300 റുപ്പീസ് ടോട്ടൽ ക്രെഡിറ്റ് സൈഡ് വരുന്നുണ്ട്. 61,300 ടോട്ടൽ. ദെൻ ഡിഫറൻസ് 6,000 ദാറ്റ്സ് ഈക്വൽ ടു 55,300. ഇനി ഇവിടെ ആർക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ ദിസ് ഈസ് ട്രാൻസ്ഫർഡ് ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്. ഡിസീസ്ഡ് പാർട്ട്ണർ ദാറ്റ് ഈസ് വിമൽസ് ഡിസീസ് പാർട്ട്നേഴ്സ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ വിമൽസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് ഇവിടെ നോട്ട് ചെയ്താൽ നമുക്ക് ക്വസ്റ്റിന് പറയുന്ന പോലെ അതുപോലെ നോട്ട് ചെയ്യാം. വിമൽസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ഡെത്തിൻ്റെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇതുപോലെ ഡിസീസ്ഡ് പാർട്ട്ണറിൻ്റെ അക്കൗണ്ട് മാത്രമായിരിക്കും ചെയ്യാൻ പറയുന്നത്. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക, നമുക്ക് ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും എന്തെല്ലാം ഐറ്റംസ് കൊടുക്കാനുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ടു ദ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളുടെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എത്ര എമൗണ്ടാണ് ക്യാപിറ്റൽ, അതാണ് ക്യാപിറ്റൽ ടു ദ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ടൈം പീരീഡ് കൺസിഡർ ചെയ്യണം. ദെൻ ജനറൽ റിസർവും ഗുഡ്വില്ലൊക്കെ ചെയ്യുമ്പോൾ അയാളുടെ ഷെയർ മാത്രം ഇതിൽ നിന്ന് നമുക്ക് കൊടുക്കുക. ദെൻ അതുപോലെ P&L സസ്പെൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് പ്രോഫിറ്റാണ്. അത് ക്വസ്റ്റ്യൻ ലൈൻ്റെ ബേസ് പറഞ്ഞിട്ടുണ്ടാവും. ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലാസ്റ്റ് പാസ്റ്റ് ഇയേഴ്സ് ആണോ അത് കൺസിഡർ ചെയ്യുക. എന്നിട്ട് അത് ടൈം പീരീഡ് നോക്കിയിട്ട് നമ്മൾ നോട്ട് ചെയ്യുക. ഡെബിറ്റ് സൈഡ് ലോസ് നോട്ട് ചെയ്തേക്കുക P&L അക്കൗണ്ട്. ദെൻ ഡിഫറൻസ് ട്രാൻസ്ഫർഡ് ടു ഡിസീസ് പാർട്ട്നേഴ്സ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്.